ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ കാലമായി ഗൈസ് നമ്മൾ കണ്ടിട്ട്. അത് കാണാതെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് മടിയായിരുന്നു ഗൈസ്. കുറേ കാലം മടി പിടിച്ച് കിടന്നു. അപ്പോൾ കുറേ മോട്ടിവേഷൻ കേട്ടുകൊണ്ട് ഒന്നും കൂടി വീഡിയോ എടുക്കാമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ നമ്മൾ ചെറിയൊരു വ്ളോഗായിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് മെയിൻ ചാനലിലേക്ക് വീഡിയോ എടുക്കണേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ഉമ്മറാജിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വിവരങ്ങളും വിശേഷങ്ങളുമാണ് ഗൈസ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളെ നിഹാദ് കോട്ടപ്പുറം. എന്തൊക്കെയുണ്ട് വർത്താനം എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിമാനെ? നല്ല വർത്താനം മക്കളെ, നല്ല വർത്താനം. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, അത് തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്ന കാണാം. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. KC പൊട്ടനുണ്ട്, ഉമ്മറാജുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് കാണിച്ചു തരാം. ഇത് KC ആണ്. KCന്റെ രണ്ടാം പെണ്ണുങ്ങൾക്ക് വിളിക്കാണ് ഗൈസ്. എന്തൊക്കെയാണ് സുഖല്ലേ രണ്ടാം പെണ്ണുങ്ങൾക്ക്? നിങ്ങളാർക്കപ്പോ വിളിച്ചത്? ആർക്കാ നിങ്ങൾ വിളിച്ചത്? ഒറ്റ നോക്ക് കണ്ടു മാറിച്ചോട്ടെ ഞാനും നാളെ. തന്ത വന്നാ തന്നെ ഒരു പാട്ടും വേണം തുടങ്ങും. ആരപ്പ നിങ്ങൾക്ക് വിളിച്ചത്? ഇക്ക് അത്ര ചോദിക്കാണല്ലോ. ആരപ്പ നിങ്ങളെ വിളിച്ചത്? അനീഫയാണോ ഹസീനയാണോ? ഹസീനയാണോ അനീഫയാണോ? പിന്നെ ഇയാളെ നമ്പർ സേവ് ചെയ്ത് എന്താണ് അഫീഫാക്ക് അനീഫാന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കണേ. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പറ്റുള്ളൂ, പെരയിൽ ഉപയോഗിക്കണ്ടല്ലേ ഫോണ്. അത് ശരിയാണ്, പെരീത്തവർക്ക് എല്ലാവർക്കും അറിയാം. നമ്പർ നോക്കിട്ടൊന്നും കാര്യമില്ല, കുട്ടികൾക്ക് അതൊക്കെ അറിയേ. പിന്നെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്? അതിപ്പോ ഇങ്ങനെ എണ്ണി നോക്കണം. എത്ര ഉണ്ട്? നോക്കി അത് നോക്കിയാ കിട്ടില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുണ്ട്. അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സംഭവമില്ല, ഞാൻ പരിശുദ്ധനാണ്. പിന്നെ നിങ്ങൾക്ക് എന്തേന്ന് പണി? ഗൾഫിൽ എന്തേന്ന് നിങ്ങൾക്ക് പണി ആയിട്ടിരുന്നേ? ഗൾഫിൽ ഞാൻ ചെന്ന ഉടനെ ഒരു പിന്നെ കടയിൽ കയറി അവിടെ കുറച്ചു കാലം ജോലി ചെയ്തു. പിന്നെ സ്വന്തമായിട്ടൊരു കഫ്റ്റേരിയ ഇട്ടു. സ്വന്തമായിട്ടല്ല, 2 പാർട്ട്ണർമാരും കൂടിയിട്ട്. അതൊക്കെ പ്രശ്നമായി, അതിൻ്റെ കൂട്ടൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ഇങ്ങനെ ഈ നിലയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇതിനെപ്പറ്റി നിങ്ങളോടല്ലോ പറയും, അതൊക്കെ പ്രാർത്ഥിക്കാം. അപ്പം മക്കളെ ചിലവിൽ ജീവിച്ചു പോവാം. മക്കളെ ചിലവ് പോയാന്ന് പറഞ്ഞൂടാ. മക്കളും കൊണ്ടുവരും, ഞാനും കൊണ്ടുവരും. ഇതൊക്കെ അങ്ങനെ ഒപ്പിച്ചു. പണിക്ക് പോയില്ലെങ്കിൽ നമ്മളടുത്ത് പൈസ ഉണ്ടാവും, അത്രേ ഉള്ളൂ അല്ലേ? വാപ്പാരായിട്ട് ഉണ്ടാക്കിട്ടൂന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല, ഇതാണ് സംഭവം. അപ്പൊ നമ്മളെ ക്യാമറാമാനെ കുറിച്ച് 2 അഭിപ്രായം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ക്യാമറമാൻ സൂപ്പറാണ്. ചെറിയ ഞാനും ഇജ്ജ് കൂടി എടുക്കണ റീലൊക്കെ പിന്നെ പൂത്തിയൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ കിട്ടണമെങ്കിൽ ഓമന സോതാക്കളെ പെട്ടിക്ക് എന്തേലൊക്കെ നേർച്ച ചെത്താക്കണം, അപ്പൊ കാണാൻ അങ്ങനെ വരണം. ഇതാണ് ഓന്റെ അഭിപ്രായം, ഓന്റെ അവസ്ഥ. നീ അതേപോലെ എന്തൊക്കെയാണ് പരിപാടി ആയിരുന്നു? ഓന് ഇവിടെ ക്യാമറ സെറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ IEEE ക്യാമറാമാനാണ് ഓന്. അപ്പോൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ സന്തോഷ വാർത്തയായിട്ട് പറയാൻ എനിക്ക് താടി വന്നു. അങ്ങനെ മുളക്കാത്തൊരു താടി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഇതാണ് നമ്മളെ ഒമ്നി ആയിട്ട് നമുക്ക് വരുന്നത്. 2010 മോഡൽ സാധനം. ഇതിൻ്റെ പ്രായമുണ്ട്. അപ്പോൾ 2 വാക്ക് പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? 2 വാക്ക് പറഞ്ഞാൽ 3 വാക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? 3 വാക്കല്ല ഞാൻ പറഞ്ഞാ പിന്നെ അത് ശരിയാണ്. അത് ശരിയാണ്. നമ്മളെ ഉമ്മറാജി സാഹിബ് ഇവിടെ മൊറാർജി സാഹിബ് കുറെ നടന്മാരും കൂടിയിട്ട് ഇവിടെ ഇതില് ചായ കുടിക്കുകയെന്നാണ് കേട്ടത്. എന്നിട്ട് നമ്മക്ക് ചായ കുടിച്ചത് മെയിൻ നടന്മാർക്കൊക്കെ ചായ ഉള്ളൂ. നമുക്ക് കഞ്ഞി കുമ്പിളി തന്നെ. നമ്മളെ കൂട്ടാതെ ഒരു ചായ കുടിക്കാൻ വെക്കും. നമ്മള് ഞങ്ങൾ വണ്ടി രാവിലെ ഇട്ടാ. പിന്നെ പെരക്കാരോട് ഞാൻ സമാധാനം പറഞ്ഞിരുന്നു. അപ്പോ ഇത് ഏതാണ് സ്ഥലം ഏതായിട്ടാ വരുന്നത്? ഇത് ചാപ്പനങ്ങാടി സെന്റർ കഴിഞ്ഞിട്ട്. ഇവിടൊക്കെ നമ്മളെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ട് വരുന്നത്.
അപ്പുറത്ത് നിൽക്കല്ലേ. അപ്പോൾ വണ്ടിയൊന്നും ഇല്ല. ഈ താത്ത ഒന്ന് മുഖത്ത് കടിച്ചോ. അപ്പോൾ നമ്മൾ ഓരോ കടിക്കാണല്ലേ കയറിയിരിക്കുന്നത്. ഒരു നടനാണിത്. ഇത് മെയിൻ നടന്മാരാണിത്. പോന്നോ ഒരു പോന്നോ നമ്മളെ ചാമ്പിട്ട. അപ്പോ അനീഫാക്ക നീച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ നേരം പോകും. നമ്മളെ ഷെഡ്യൂൾ മുടക്കും. അതുകൊണ്ട് ഈ ചാനലിലെ സൂപ്പർ സ്റ്റാർ കൊണ്ട് മടങ്ങിയപ്പോൾ ഞങ്ങളും മടങ്ങി. MLA പോകുന്നതാണ്. പിന്നെ എന്തൊക്കെയാ നമുക്ക് പറയാനുള്ളത്? റാഹത്താണ്. നേരം വെളുക്കണു, വൈകുന്നേരമാവണു, ഉറങ്ങണു, വീണ്ടും രാവിലെ നീക്കണു, പരിപാടിക്ക് വേണ്ടി വരണു, അത് കഴിഞ്ഞിട്ട് പിന്നെയും പോണു. അതൊക്കെ ജീവിതം അത്രേ ഉള്ളൂ. ജീവിതം ഹാപ്പി ആവണം, ടെൻഷൻ ഉണ്ടാവരുത്. ടെൻഷൻ ഉണ്ടായാൽ ഒരു കാര്യം നടക്കൂല. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും പക്കേ കാരണം. അതെ അതെ. നടന്മാരവിടുന്ന് വരുന്നുണ്ട്. ഇമ്മറാജൊക്കെ ഏതാ ഡ്രസ് ഇട്ടാണ്? വെള്ളിയും വെള്ളിട്ട് നടക്കണ തന്തയാണ്. ഇപ്പൊ ഏതാ ഡ്രസ് നോക്കിയാണ് അവിടെ നടന്ന് വരുന്നുണ്ട്. വണ്ടിടിക്കല് സർക്കസിലെ കരടി മാരുണ്ട്. അത് ശരിയാണ്. പക്ഷെ നിങ്ങളെ അഭിനയത്തിൽ മോശമാണെന്നാണ് ചിലവർ പറയണത്. ഉമ്മറാജിന്റെ അത്ര വരുന്നില്ല. ഈ തന്തേ റോഡിന്റെ നടുവിലാണ്. ഇപ്പൊ വണ്ടി അടിച്ച് പോയത് കഴിഞ്ഞത്. ഉമ്മറാജി പറയണത് ഉമ്മറാജിയാണ് ഏറ്റവും മുന്നിൽ അഭിനയത്തില്. ഫസ്റ്റ് ഉമ്മറാജി ആണെന്നാണ് പറയണത്. ശരിയായിരിക്കും. അല്ലെങ്കിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളേക്കാണ്. അത് ശരിയാണ്. ഇപ്പൊ ഇന്ത്യയിൽ നല്ലതെന്ന് പറയുന്നവരുണ്ട്, മൊറാർജിന്റെ നല്ലതെന്ന് പറയുന്നവരുണ്ട്, മറ്റുള്ളവർ നല്ലതെന്ന് പറയുന്നവരുണ്ട്. ഞാൻ ജനങ്ങൾ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ഞാൻ എന്താ പറയാ, ഏറ്റവും നല്ല അഭിനയം കാഴ്ചവെക്കണ ആരാന്ന് ഞാൻ പറയണ. ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം ആരാണെന്ന് അറിയോ? ഞാൻ പറയാം. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും ആരറിയോ? ആബിദ്. ഞാൻ പറയും ആബിദ് അതിനെ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമ്മളെ ഉമ്മറാജി. അസ്സലാമു അലൈക്കും വലൈക്കും. ഇത് അരിയാട്ടം മാസം വെച്ചാൽ കൊറോണ വലുതായോ? കേസിന്റെ ബടാ ദോസ്താണ്. നമ്മളെ നാട്ടിലെ സൂപ്പർ സ്റ്റാർ സിനിമയിൽ അഭിനയിച്ചത്. നമ്മളെ കൂട്ടത്തിൽ സിനിമയിൽ അഭിനയിച്ച രണ്ടാൾക്കാരാണ്. അതിന് മെയിൻ റോളായിട്ടാണ്, അല്ലാതെ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും അല്ലല്ലേ. അതിന്റെ സീനിങ് കിട്ടുന്നില്ല. മീശ അർപ്പിച്ചു ട്രെൻഡ് ആവണമെന്നാണ് ഇപ്പൊ ഉമ്മറാജി പറയണത്. ചെറുക്കന്മാരെ മാതിരിയാവുക. ഇനി പ്രായം കൂടിയ മാതിരി നടക്കരുത്. എന്താ സുഖല്ല? തടിയൊക്കെ ഒന്ന് കൂടിയല്ലേ? അപ്പൊ ആദ്യം മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ മേക്കപ്പ് മാനാണ്, പ്ലംബറാണ്, ഡോക്ടറാണ്, ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ക്യാമറ ഒക്കെ പുതിയത് മാറ്റി, ലെൻസ് പുതിയതിട്ടു. ഇപ്പോൾ ഫുൾ ട്രെൻഡ് ആയിക്കണു. ട്രഡീഷണൽ വീഡിയോ ആണ് ഗൈസ് ഇപ്പോൾ നമ്മൾ എടുക്കൽ. ഇപ്പോൾ നിഹാദ് ലെനോറോ അക്കോദമി പോയി പഠിക്കൽ തുടങ്ങി. അപ്പോൾ ഹെവി ആയിക്കണു സാധനങ്ങളൊക്കെ. ഓൻ ഫുൾ പഠിത്തം തുടങ്ങി. അപ്പോൾ ഓന് ഇനി വീഡിയോ എടുക്കലൊക്കെ പക്കാ മാറും എന്നാണ് ഓൻ പറയണത്. അപ്പോൾ അടികൂടി കേസ്, അതിൻ്റെ അടികൂടി ഇങ്ങനെ ഒരു സാധനം കാണാണ്ടില്ല. കേസ് അവിടെ ഫോം വിളിക്കണു. കേസിക്ക് ഏതേറ്റൊരു ഒരാളെ സെറ്റ് ആയിക്കണു. അപ്പോൾ അതുകൊണ്ടാണ് കേസ് ഇങ്ങനെ ഫോം വിളിച്ചിരിക്കണത് കാണുന്നത് കേട്ടോ. കേസിക്ക് ആരേറ്റ് സെറ്റ് ആയിക്കണം, അതുകൊണ്ടാണ് അത് കാണുന്നത് നമ്മൾ. അപ്പോൾ കുഞ്ഞാൻ ഉസ്താദായിട്ടും കേസി പൊട്ടനായിട്ടും ആദ്യ മറ്റേ പല്ല് പോയിക്കാണ്ടിരിക്കാണ്. അരിയേട്ടൊന്ന് ചിരിച്ചാണ്, പല്ലാട്ടി ചിരിക്കി ചിരി വയ്ക്കണ ചിരിച്ചാ പണി പാടും. അപ്പോൾ ചിരിക്കാൻ കഴിയാതെ കണ്ടോളുടെ കുറച്ച് കഴിഞ്ഞാൽ ചിരിക്കുമ്പോൾ നമുക്ക് കാണാം ചെറിയൊരു വലിയ ബൈക്കണം. ആയി എങ്ങനെ അറിയാം, അത് അടിറ്റിയതാണ്, അങ്ങനെയൊക്കെ പോകും. പാവാണ്, ചങ്ങായി പോണതാണ്. ചിരിക്കണ ചില തൊള്ള ഉറക്കണില്ലല്ലോ. നിങ്ങൾ തൊള്ള പൂട്ടിയിരുന്നല്ലോ, നിങ്ങളെ കവർ ചെയ്യേ.
നിങ്ങളെ ഡ്രസ്സ് ഇപ്പൊ ആരാ തിരുമ്പല് അതൊക്കെ അറിയണം. നിങ്ങളെ ഡ്രസ്സ് ആരാ തിരുമ്പല്? നിങ്ങളെ പെണ്ണുങ്ങളെ തിരുമ്പി തരല് ഞാൻ പറഞ്ഞു. പിന്നെ ആരാ നിങ്ങളത് തിരുമ്പല്? സ്വന്തം ഇരുന്ന് തിരുമ്പലാണ്. അതാണ് ഇപ്പൊ സമ്മതിച്ച് ഞങ്ങളെ കൊണ്ട് കജൂല. ലാൻഡ്രി എന്നിപ്പോ നിങ്ങളൊരു ലാൻഡ്രി കൊടുക്കാൻ നിൽക്കുക. നിങ്ങളെ ഡ്രസ്സ് നിങ്ങളാണ് തിരുമ്പല്. അത് നിങ്ങൾക്ക് സമ്മതിച്ചാൻ പറ്റുമെങ്കിൽ സമ്മതിച്ചോളി. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ദേശീയ? ഓ പുതിയൊരു നടൻ എത്തിയിട്ടുണ്ട്. പുതിയൊരു നടൻ എത്തിയിട്ടുണ്ട് അറിയാം. അല്ല കേസിന്റെ ഡ്രസ്സ് കേസിന്റെ തിരുമ്പല്, പെണ്ണുങ്ങൾ തിരുമ്പി കൊടുക്കലില്ല. അതാണ് ഇത്ര ക്ലീൻ ആയി കാണിരുന്നത്. അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നു. ഞാനാണ് പണിയെടുത്തത്. അതുകൊണ്ട് ഞാൻ കുഴങ്ങിയാണ്ട് ആകെ ഒരു തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഗൈസ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കണത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി പുതിയൊരു കിടിലൊരു ഒരു വ്ളോഗായിട്ട് ഇൻഷാ അള്ളാ വരേണ്ടത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇൻഷാ അള്ളാ കാണാം. ബൈ ബൈ ഗൈസ്.